എല്ലാവർക്കും PSC ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 5ാം ക്ലാസ്സിലെ സയൻസിൻ്റെ പാഠഭാഗത്തെ ജന്തുജാലങ്ങൾ എന്ന് പറഞ്ഞ ചാപ്റ്ററാണ് എടുക്കുന്നത്. ഈ ചാപ്റ്റർ അവസാനത്തെ ചാപ്റ്ററാണ്, 8ാമത്തെ ചാപ്റ്റർ. അപ്പോൾ ഇതിനു മുന്നേയുള്ള 7 ചാപ്റ്ററും ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ചുറ്റുവട്ടത്ത് കാണപ്പെടുന്ന ജീവികളുടെയൊക്കെ പ്രത്യേകതകളാണ് ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനമായിട്ട് പറയുന്നത്. അപ്പോൾ കുഴിയാനയാണ് ആദ്യമായിട്ട് കൊടുത്തിരിക്കുന്നത്. ആൻഡ് ലയൺ ലേസ്വിങ് എന്ന ഒരിനം ചിറകുള്ള പ്രാണിയുടെ ലാർവയാണ് കുഴിയാന. ഫണലിൻ്റെ ആകൃതിയിൽ കുഴിയുണ്ടാക്കി ഉറുമ്പ് പോലുള്ള ചെറു പ്രാണികളെ ഭക്ഷിച്ചാണ് കുഴിയാന ജീവിക്കുന്നത്. ഉറുമ്പിനെ പിടിക്കുന്നത് കൊണ്ട് ഇംഗ്ലീഷിൽ ആൻഡ് ലയൺ എന്നാണ് കുഴിയാനകൾക്ക് പേര്. അപ്പോൾ ആ ലാർവ ആൻഡ് ലയൺ എന്നറിയപ്പെടുന്നു. അത് വലുതാവുമ്പോൾ അതിനെ നമ്മൾ ആൻഡ് ലയൺ ലേസ്വിങ് എന്നൊരു ഒരു പ്രാണിയുടെ പേരായിട്ട് പറയുന്നു. ലാർവ മൺതരികളും നേർത്ത നൂലും ഉപയോഗിച്ച് ഒരു കൂടുണ്ടാക്കി പ്യൂപ്പയായി മാറുന്നു. അപ്പോൾ ഈ കുഴിയാന അതിനുശേഷം പ്യൂപ്പയായി മാറുന്നു. പ്യൂപ്പയ്ക്ക് മാറ്റങ്ങൾ സംഭവിച്ചാണ് പിന്നീട് റാണിയായിട്ട് മാറുന്നത്. അപ്പോൾ ആ ഒരു സൈക്കിള് കൊടുത്തിട്ടുണ്ട്, എങ്ങനെയാണ് ലാർവ ആൻഡ് ലയൺ ലേസ്വിങ് ആയിട്ട് മാറുന്നത് എന്ന്. അപ്പോൾ ലാർവ കുഴിയാന പ്യൂപ്പയായി മാറുന്നു. ആ പ്യൂപ്പ എന്തായി മാറുന്നു? ആൻഡ് ലയൺ ലേസ്വിങ് ആയി മാറുന്നു. അപ്പോൾ മുട്ട, ലാർവ, പ്യൂപ്പ, ആൻഡ് ലയൺ ലേസ്വിങ്. ആ പ്രാണീനെ നമ്മളൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ? അങ്ങനെ ഒരു സാധാരണ നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെ കാണുന്ന ഒരു പ്രാണിയാണ്. ഇനി മാമ്പഴത്തിനുള്ളിൽ പുഴു വരാനുള്ള കാരണം എന്താണെന്നാണ് പറയുന്നത്. അതിൻ്റെ റീസൺ എന്താണ്? മാമ്പഴത്തിൻ്റെ വളർച്ചയുടെ ആദ്യഘട്ടത്തിൽ പഴയ ഈച്ചകൾ മാങ്ങയുടെ പുറന്തോടിൽ സൂചി പോലുള്ള അവയവം കൊണ്ട് കുത്തി മുട്ടകൾ മാങ്ങയ്ക്കുള്ളിൽ നിക്ഷേപിക്കുന്നു. അപ്പോൾ ചെറുപ്പത്തിലെ മുട്ടകൾ നിക്ഷേപിക്കുന്നു. പഴയ ഈച്ചകളാണ് മുട്ടകൾ നിക്ഷേപിക്കുന്നത്. മാങ്ങ പാകമാകുന്നതോടെ മുട്ടകൾ വിരിഞ്ഞ് അവയുടെ ലാർവകൾ മാംസളമായ ഭാഗം ഭക്ഷിച്ച് വളരുന്നു. ഇതാണ് മാമ്പഴം മുറിക്കുമ്പോൾ കാണുന്ന പുഴുക്കൾ. മാങ്ങയുടെ വിത്തിനുള്ളിൽ ഉണ്ടാകുന്ന പുഴുക്കൾക്ക് കാരണം മാങ്ങാവണ്ടുകൾ ചെറിയ മാങ്ങയുടെ തൊലിപ്പുറത്ത് മുട്ടയിടുന്നതാണ്. മുട്ട വിരിഞ്ഞുണ്ടാകുന്ന ലാർവകൾ തൊലി തുരന്ന് മാങ്ങയ്ക്കുള്ളിൽ കടന്ന് വിത്തിനുള്ളിൽ പ്രവേശിക്കുന്നു. മാങ്ങ പഴുക്കുന്നതോടെ വളർച്ച പൂർത്തിയാക്കി വണ്ടുകൾ പുറത്തു വരുന്നു. അപ്പോൾ ഒരു ചെറിയ മാങ്ങ ഉണ്ടാകുമ്പോഴേ ഈ പഴയ ഈച്ചകൾ അവരുടെ പ്രജനനത്തിന് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ഒരു പ്രക്രിയ. അപ്പോൾ ലാർവയുടെ കാര്യവും ഒക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പോയിന്റ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പുഴുക്കൾ ആദ്യം ഉണ്ടാകുന്നു, പിന്നെ മാമ്പഴം വലുതാവുമ്പോഴത്തേക്കും എന്നിട്ട മുട്ടകൾ വിരിഞ്ഞ് പുഴുക്കളായിട്ട് മാറുന്നു. ആ ഒരു ടോപ്പിക്കിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് അവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത്. ചില പ്രാണികളുടെ മുട്ട വിരിഞ്ഞാണ് പുഴു ഉണ്ടാകുന്നത്. മുട്ട വിരിഞ്ഞ് പുഴുവായി മാറുന്ന ജീവികളാണ് പഴയ ഈച്ച, ചിത്രശലഭം, പുൽച്ചാടി. അപ്പം മുട്ട വിരിഞ്ഞ് പുഴു ഉണ്ടാകുന്ന പ്രാണികളെ പറഞ്ഞിട്ടുണ്ട്. പഴയ ഈച്ച, ചിത്രശലഭം, പുൽച്ചാടി. അടുത്തതായിട്ട് രൂപാന്തരണം, മെറ്റാമോർഫോസിസ്. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. ചില ജീവികളിൽ അവയുടെ മുട്ട വിരിഞ്ഞുണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്ക് മാതൃജീവിയോട് സാദൃശ്യം ഉണ്ടാകില്ല. മുട്ട വിരിഞ്ഞുണ്ടാകുന്ന ലാർവ വിവിധ വളർച്ചാ ഘട്ടങ്ങളിലൂടെ കടന്ന് മാതൃജീവിയോട് സാദൃശ്യമുള്ളതായി മാറുന്ന മാറ്റമാണ് രൂപാന്തരണം. അപ്പോൾ ആ ഒരു മാറ്റം, ആ ലാർവ മാതൃജീവിയോട് സാദൃശ്യമുണ്ടാവില്ല, അങ്ങനെ അത് മാതൃജീവിയായി മാറുന്ന ആ ഒരു പ്രക്രിയയാണ് രൂപാന്തരണം. അടുത്തതായിട്ട് രൂപാന്തരണം 2 തരത്തിലുണ്ട്, പൂർണ്ണ രൂപാന്തരണവും അതുപോലെ അപൂർണ രൂപാന്തരണവും. ആദ്യം നമുക്ക് പൂർണ്ണ രൂപാന്തരണം നോക്കാം. മുട്ട വിരിഞ്ഞുണ്ടാകുന്ന ലാർവകൾക്ക് മാതൃജീവിയോട് സാദൃശ്യമുണ്ടാകില്ല. പൂർണ്ണ രൂപാന്തരണത്തിൽ മുട്ട, ലാർവ, പ്യൂപ്പ, പൂർണ്ണ വളർച്ചയെത്തിയ ജീവി എന്നിങ്ങനെ 4 ഘട്ടങ്ങളുണ്ട്. വിവിധ തരം പ്രാണികളിൽ ലാർവകളെ വ്യത്യസ്ത പേരുകളിൽ അറിയപ്പെടുന്നു. ചിത്രശലഭത്തിലാണെങ്കിൽ കാറ്റർപില്ലർ എന്നും, ഈച്ചയിലാണെങ്കിൽ മാഗോട്സ് എന്നും, വണ്ടിലാണെങ്കിൽ ഗ്രബ്സ് എന്നുമാണ്. അപ്പോൾ ആ ഒരു ലാർവേൻ്റെ പേര് പഠിച്ചു വെക്കുക. ചേർത്തെഴുതാനൊക്കെ നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം. ചിത്രശലഭം കാറ്റർപില്ലർ, എന്നാൽ ഈച്ചയുടേത് ഏതാണ്? മാഗോട്സ്. വണ്ടിൻ്റെതാണെങ്കിൽ ഗ്രബ്സ്. ശലഭങ്ങൾ, തേനീച്ച, ഉറുമ്പ്, വണ്ട്, ഈച്ച എന്നിവയിൽ പൂർണ്ണ രൂപാന്തരണമാണ് നടക്കുന്നത്. ഉഭയജീവികളിലും പൂർണ്ണ രൂപാന്തരണമാണ്. എക്സാമ്പിൾ തവള. അപ്പോൾ പൂർണ്ണ രൂപാന്തരം നടക്കുന്ന ജീവികൾ ഏതൊക്കെയാണ്? അങ്ങനെ നമുക്ക് ഇനി കൂട്ടത്തിൽപ്പെടാത്തത് ഏതാണെന്ന് പറഞ്ഞ്
ചോദിക്കാവുന്നതാണ്. ഉറുമ്പ്, തേനീച്ച, ശലഭങ്ങൾ, വണ്ട്, ഈച്ച. അതുകൂടാതെ തവള എന്ന ഉഭയജീവിയിലും ഉണ്ട്. അടുത്തതായിട്ട് അപൂർണ രൂപാന്തരണം. അപൂർണ രൂപാന്തരണം കാണപ്പെടുന്ന ജീവികളിൽ മുട്ട വിരിഞ്ഞുണ്ടാകുന്ന നിംഫുകൾക്ക് മാതൃജീവിയോട് ചില സാദൃശ്യങ്ങൾ ഉണ്ടാകും. അപ്പോൾ പൂർണ്ണ രൂപാന്തരണത്തിൽ ഒട്ടും സാദൃശ്യം ഉണ്ടാകില്ല. അപൂർണ രൂപാന്തരണത്തിൽ ചില സാദൃശ്യങ്ങൾ ഉണ്ടാകും. അപ്പോൾ ആ ഒരു മുട്ട വിരിഞ്ഞുണ്ടാകുന്ന പർട്ടിക്കുലർ ഇതിന് നമ്മൾ നിംഫ് എന്ന് പറയും. അത് ഓർത്ത് വെക്കുക. മുട്ട വിരിഞ്ഞുണ്ടാകുന്ന നിംഫ്. അപൂർണ രൂപാന്തരണം നടക്കുന്ന ജീവികൾ വളർച്ച പൂർത്തിയാക്കുന്നതിനിടയിൽ പുറംചട്ട പല പ്രാവശ്യം കൊഴിച്ചു കളയുന്നു. അപ്പോൾ ആ ഒരു ഘട്ടത്തിനിടയ്ക്ക് പുറംചട്ട പല പ്രാവശ്യം കൊഴിച്ചു കളയുന്നുണ്ട്. നിംഫ് പൂർണ്ണ വളർച്ചയെത്തിയ ജീവികളായി മാറുന്നു. പ്യൂപ്പ എന്ന അവസ്ഥ അപൂർണ രൂപാന്തരണത്തിൽ കാണില്ല. അപ്പോൾ ആ ഒരു അവസ്ഥ 4 ഘട്ടങ്ങളുണ്ടായിരുന്നു പൂർണ്ണ രൂപാന്തരണത്തിൽ. പക്ഷേ ഇവിടെ 3 ഘട്ടങ്ങളേ ഉള്ളൂ. പ്യൂപ്പ എന്ന ഒരു അവസ്ഥ അപൂർണ രൂപാന്തരണത്തിൽ ഇല്ല. പുൽച്ചാടി, ചീവീട്, ഡ്രാഗൺ ഫ്ലൈ, പാറ്റ എന്നിവയിൽ അപൂർണ രൂപാന്തരണമാണ് ഉള്ളത്. ഹോർമോണുകളാണ് രൂപാന്തരണത്തെ നിയന്ത്രിക്കുന്നത്. അപ്പോൾ ആ ഒരു പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. രൂപാന്തരണത്തെ നിയന്ത്രിക്കുന്നത് ഹോർമോണുകളാണ്. ആ ഒരു എക്സാമ്പിളും ഓർത്ത് വയ്ക്കുക. പുൽച്ചാടി, ചീവീട്, ഡ്രാഗൺ ഫ്ലൈ, പാറ്റ. അപ്പോൾ അതിനൊക്കെ നിംഫുകൾ ഉണ്ട്. പാറ്റയുടെ ജീവിതചക്രം. മുട്ട വിരിഞ്ഞ് നിംഫായി മാറുന്നു. അത് പൂർണ്ണ വളർച്ചയെത്തിയ പാറ്റയായി മാറുന്നു. പാറ്റ കുഞ്ഞുങ്ങൾ അറിയപ്പെടുന്നത് നിംഫ്. നിംഫ് വിവിധ വളർച്ചാ ഘട്ടങ്ങളിലൂടെ കടന്നുപോയി പൂർണ്ണ വളർച്ചയെത്തിയ ജീവിയായി മാറുന്നു. പൂർണ്ണ വളർച്ചയെത്തിയ ജീവിയായി മാറുന്നതിനിടെ പലതവണ നിംഫ് പുറംചട്ട പൊഴിക്കുന്നു. അപ്പോൾ നേരത്തെ പറഞ്ഞ അതേ ഒരു പോയിൻ്റാണ്. ഇനി കീടങ്ങളെ തുരത്താനുള്ള മാർഗങ്ങളാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ ലോകത്ത് ഏറ്റവും കൂടുതലുള്ളത് ഷഡ്പദങ്ങളാണ്. അപ്പം അവയാണ് നമുക്ക് ഒരുപാട് ഗുണങ്ങളുള്ളവയുണ്ട്, ദോഷങ്ങളുള്ളവയുമുണ്ട്. അപ്പോൾ കീടങ്ങളെ തുരത്താനുള്ള ചില മാർഗങ്ങളാണ് പറയുന്നത്. പ്രാണികളുടെ മുട്ട വിരിഞ്ഞുണ്ടാകുന്ന പുഴുക്കൾ ഇലകളും മറ്റ് സസ്യഭാഗങ്ങളും ആഹാരമാക്കുന്നതിനാൽ അവ കൃഷിയെ ദോഷകരമായി ബാധിക്കുന്നു. ചെടികൾക്കിടയിൽ ചെണ്ടുമല്ലി വളർത്തിയാൽ കീടബാധ കുറയും. ചെണ്ടുമല്ലി ഉണ്ടാക്കുന്ന രാസവസ്തുക്കൾ ചില ഇനം കീടങ്ങളെ അകറ്റും. അപ്പോൾ ആ ചെണ്ടുമല്ലിയിൽ നിന്ന് വരുന്ന മണവും ഒക്കെ കീടങ്ങളെ തുരത്താൻ സഹായിക്കും. കാർഷിക വിളകൾക്ക് ദോഷം ചെയ്യുന്ന കീടങ്ങൾ തണ്ടുതുരപ്പൻ പുഴു, കൊമ്പൻ ചെല്ലി, പഴയീച്ച, തെങ്ങോലപ്പുഴു, ഇലചുരുട്ടിപ്പുഴു. നമുക്കൊക്കെ അറിയുന്ന കാര്യങ്ങളാണ്. ഈ പേരുകളൊക്കെ നമ്മൾ നാട്ടിലൊക്കെ കേട്ടിട്ടുള്ളതാണ്. അടുത്തതായിട്ട് സുഗന്ധവ്യഞ്ജനങ്ങളും അവയിലെ രാസവസ്തുക്കളും. ആ ഒരു ബോക്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിങ്ങനെ ചേരുംപടി ചേർക്കാനൊക്കെ നമുക്ക് ചോദിക്കാം. ഏലത്തിൽ ആൽഫ ടെർപ്പിനോളാണ് അടങ്ങിയിരിക്കുന്നത്. കുരുമുളകിൽ ക്യാപ്സൈസിൻ, ഗ്രാമ്പൂവിൽ യുജനോൾ, കറുവപ്പട്ട സിനമാൽഡിഹൈഡ്. അപ്പോൾ ആ ഒരു മണവും പ്രത്യേകതയൊക്കെ തരാൻ വേണ്ടി സഹായിക്കുന്ന രാസവസ്തുക്കളാണ് വലതുഭാഗത്ത് കൊടുത്തിരിക്കുന്നത്. എന്തെങ്കിലും കോഡൊക്കെ സെറ്റ് ചെയ്തിട്ട് ഓർത്ത് വെക്കുക. ധാന്യങ്ങൾ സൂക്ഷിച്ച് വയ്ക്കുമ്പോൾ അല്പം സുഗന്ധവ്യഞ്ജനങ്ങളും ഇടാറുണ്ട്. കേടായി പോകാതിരിക്കാൻ വേണ്ടി സുഗന്ധവ്യഞ്ജനങ്ങൾ ചേർക്കാറുണ്ട്. കീടങ്ങളിൽ നിന്ന് രക്ഷ നേടുന്നതിനായി ഉൽപ്പാദിപ്പിക്കുന്ന രാസവസ്തുക്കളാണ് സുഗന്ധവ്യഞ്ജനങ്ങളാകുന്നത്. അപ്പോൾ ആ ഒരു സവിശേഷത അത് കീടങ്ങളിൽ നിന്ന് രക്ഷ നേടാനുള്ള ഒരു ഉപാധിയാണ്. ആ ഒരു സവിശേഷതയാണ് നമുക്ക് ഉപകാരപ്രദമാകുന്ന സുഗന്ധവ്യഞ്ജനങ്ങളായി മാറുന്നത്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രാണികളെ കൊണ്ട് ദോഷങ്ങളുമുണ്ട്, ഗുണങ്ങളുമുണ്ട്. പുഴുക്കൾ കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തൊക്കെയാണ്? ചത്ത ജീവികളെയും ഭക്ഷണാവശിഷ്ടങ്ങളെയും തിന്ന് പരിസരം വൃത്തിയാക്കുന്നു. അവർ വിഘാടകരാണല്ലേ. അപ്പോൾ ആ ഒരു വിഘാടകരായതുകൊണ്ട് തന്നെ മൃതാവശിഷ്ടങ്ങളെയൊക്കെ നശിപ്പിക്കാൻ അവർ ഉപയോഗപ്രദമാണ്. പുഴുക്കളിൽ നിന്നുണ്ടാകുന്ന പ്രാണികൾ പല പൂക്കളിലും പരാഗണം നടത്തുന്നുണ്ട്. അപ്പോൾ ആ ഒരു പരാഗണത്തിലൂടെ വംശവർദ്ധനവ് വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു. പുഴുക്കളെ ആഹാരമാക്കുന്ന നിരവധി ജീവികളുണ്ട്. അപ്പോൾ കോഴി, അതുപോലെ പക്ഷികൾ, അവയൊക്കെ പുഴുക്കളെ ആഹാരമാക്കുന്നുണ്ട്. ചെറുപ്രാണികൾ ഭക്ഷണത്തിന്. ലോകത്തിലെ പല പ്രദേശങ്ങളിലെയും ജനങ്ങൾ പുൽച്ചാടി, പുഴു, വണ്ട്, തേള്, ഉറുമ്പ് തുടങ്ങിയ പ്രാണികളെ ഭക്ഷണത്തിനായി ഉപയോഗിക്കുന്നു. അപ്പോൾ ചൈന, ജപ്പാൻ അതുപോലെയുള്ള രാജ്യങ്ങളൊക്കെ നമുക്ക് കണ്ടിട്ടുണ്ട്. മാംസ്യം, അതുപോലെ ജീവകങ്ങൾ തുടങ്ങിയ പോഷക ഘടകങ്ങളുടെ നല്ല സ്രോതസ്സാണ് ചെറുപ്രാണികൾ. അപ്പം
ഇവയൊക്കെ കഴിക്കുന്നത് കൊണ്ട് പ്രോട്ടീൻസും അതുപോലെ വിറ്റമിൻസും ഒക്കെ ധാരാളം ശരീരത്തിൽ ലഭിക്കുന്നുണ്ട്. കുറഞ്ഞ ചിലവിൽ മാംസ്യം ലഭിക്കുന്നതിനാൽ ഭക്ഷണത്തിനായി ഇവയെ ചില പ്രദേശങ്ങളിൽ വളർത്തുന്നു. അപ്പോൾ പട്ടുനൂൽ പുഴുക്കളെയൊക്കെ വളർത്തുന്ന സ്ഥലങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ. അവയെ പിന്നെ ആഹാരമാക്കുന്നുണ്ട്. ശലഭങ്ങൾ. ചില ശലഭങ്ങൾ പ്രത്യേക സസ്യങ്ങളിൽ മുട്ടയിടുന്നു. ശലഭപ്പുഴുക്കളുടെ ഭക്ഷണം സസ്യങ്ങളുടെ ഭാഗങ്ങളാണ്. നമ്മൾ കണ്ടിട്ടുണ്ട് പ്യൂപ്പയൊക്കെ വളർന്ന് ഒരു ഇലയൊക്കെ പൂർണ്ണമായും തിന്ന് അത് ഉറക്കത്തിലേക്ക് നീങ്ങുന്നതിന് തൊട്ട് മുന്നേ ധാരാളം ഇലകൾ ഭക്ഷിച്ചിട്ടാണ് പ്യൂപ്പയായി അതിൻ്റെ നിദ്രാവസ്ഥയിലേക്ക് മാറുന്നത്. അപ്പോൾ അങ്ങനെ ശലഭങ്ങൾ മുട്ടയിടുന്ന ചില പർട്ടിക്കുലർ സസ്യങ്ങളും ഉണ്ട്. ശലഭങ്ങളുടെ നിലനിൽപ്പിന് തേൻ കുടിക്കാനുള്ള സസ്യങ്ങളും ലാർവയ്ക്ക് ഭക്ഷണത്തിനുള്ള സസ്യങ്ങളും വേണം. അപ്പോൾ ആ ഒരു ശലഭത്തിൻ്റെ ജീവിതചക്രം പൂർത്തിയാക്കണമെങ്കിൽ 2 ടൈപ്പ് പ്ലാന്റ്സ് അവരുടെ ജീവിതത്തിൽ വേണം. നെക്ടർ പ്ലാന്റ്സും അതുപോലെ ഹോസ്റ്റ് പ്ലാന്റ്സും. ഒന്ന് തേൻ കുടിക്കാനും അതുപോലെ ലാർവയ്ക്ക് ഭക്ഷണത്തിനുള്ള സസ്യങ്ങളും. ശലഭ ഉദ്യാനങ്ങളിൽ ഉൾപ്പെടുന്ന സസ്യവിഭാഗങ്ങളാണ് നെക്ടർ പ്ലാന്റ്സ് ആൻഡ് ഹോസ്റ്റ് പ്ലാന്റ്സ്. അപ്പോൾ ശലഭ ഉദ്യാനങ്ങളിൽ അതിനുള്ള സംവിധാനങ്ങൾ വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 സസ്യവിഭാഗങ്ങളും ഉൾപ്പെടുന്നുണ്ട്. രാത്രിയിൽ കാണപ്പെടുന്ന ശലഭങ്ങളാണ് നിശാശലഭങ്ങൾ അഥവാ മോത്ത്. ചിത്രശലഭങ്ങളെ പോലെ നിശാശലഭങ്ങൾക്ക് വർണ്ണഭംഗി ഉണ്ടാകാറില്ല. ചില നിശാശലഭങ്ങൾക്ക് തൂവൽ പോലുള്ള സ്പർശിനികളുണ്ട്. നമ്മൾ ശ്രദ്ധിച്ചാൽ കാണാം രാത്രിയിൽ വരുന്ന സസ്യങ്ങൾക്ക് തൂവൽ പോലെ നല്ല സിൽക്കി ആയിട്ടുള്ള ഒരു ശരീരമാണുള്ളത്. ഒരു തരം നിശാശലഭത്തിൻ്റെ ലാർവ ഉണ്ടാക്കുന്ന കുക്കൂണിൽ നിന്നാണ് പട്ടുനൂല് ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ പട്ടുനൂല് ഉൽപ്പാദിപ്പിക്കുന്ന ചിത്രശലഭം നിശാശലഭമാണെന്ന് ഓർത്ത് വയ്ക്കണം. നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന ചിത്രശലഭങ്ങൾ. അപ്പോൾ കുറച്ച് ചിത്രശലഭങ്ങളുടെ പേര് കൊടുത്തിട്ടുണ്ട്. മഞ്ഞപ്പാപ്പാത്തി, ബുദ്ധമയൂരി, വരയൻ കടുവ എന്നാണ് കേട്ടോ. വരയൻ കടുവ, ഗരുഡശലഭം, കരിയിലശലഭം, വിലാസിനി, നാരകശലഭം, അരളിശലഭം, വെള്ളിലത്തോഴി, എരുക്കുതപ്പി. നമുക്ക് ഈ പേരുകൾ വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഒരുപാട് സസ്യങ്ങളുടെ പേരും ഇതിൻ്റെ അകത്തുണ്ടല്ലേ. അരളി, നാരകം, വെള്ളില, അതുപോലെ എരുക്ക്. അപ്പോൾ അതൊക്കെ എന്താണ് ആ സസ്യങ്ങളെ ആശ്രയിക്കുന്നു, ഹോസ്റ്റ് പ്ലാന്റ് ആയിട്ട് ആശ്രയിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ അവർക്ക് ആ പേര് ലഭിച്ചത്. അടുത്തതായിട്ട് വെങ്കണനീലി എന്ന ആ ഒരു ശലഭത്തിൻ്റെ പ്രത്യേകതകളാണ് പറയുന്നത്. ബ്ലൂ ടൈഗർ മോത്ത്. അപ്പോൾ വെങ്കണനീലി ഒരു നിശാശലഭമാണ്. മോത്ത് എന്ന് പേരിനൊപ്പം ഉണ്ട്. പകൽ നേരങ്ങളിൽ കാണുന്ന നീല നിറമുള്ള ശലഭമാണ് വെങ്കണനീലി. ഇവയെ ചിത്രശലഭങ്ങളായി തെറ്റിദ്ധരിക്കാറുണ്ട്. അപ്പം നിശാശലഭമാണെങ്കിലും പകൽ നേരങ്ങളിലാണ് കൂടുതലായും കാണപ്പെടുന്നത്. അതുപോലെ നല്ല കളറും ഉണ്ട്. പകൽ കാണുന്നതും നീല നിറവും ഒഴിച്ചാൽ ഇവയുടെ മറ്റ് സവിശേഷതകൾ നിശാശലഭങ്ങളുടേതാണ്. വെങ്കണ മരത്തിൻ്റെ ഇലകളിലാണ് ഇവ മുട്ടയിടുന്നത്. അപ്പോൾ ആ വെങ്കണ മരത്തിൻ്റെ ആ ഒരു പ്രത്യേകതയാണ് അവരുടെ പേരിൽ വന്നിരിക്കുന്നത്. അപ്പോൾ അതൊരു നിശാശലഭമാണെന്ന് ഓർത്ത് വയ്ക്കണം. അപ്പോൾ ചിത്രശലഭങ്ങളും നിശാശലഭങ്ങളും തമ്മിലുള്ള ചില വ്യത്യാസങ്ങളാണ് ആ ഒരു ടേബിളിൽ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു പോയിന്റ് പഠിച്ചു വെക്കണം. ചിത്രശലഭത്തിലെ ആൻറ്റിന മെലിഞ്ഞതും മുകളിലോട്ട് വളഞ്ഞതുമാണ്. അപ്പോൾ അവർക്ക് തേനൊക്കെ അന്വേഷിക്കാനുള്ള ഒരു ഉപാധിയാണ് ആൻറ്റിന. അപ്പോൾ ആൻറ്റിന മെലിഞ്ഞതും മുകളിലോട്ട് വളഞ്ഞതുമാണ് ചിത്രശലഭത്തിന്. നിശാശലഭത്തിനാണെങ്കിൽ തൂവൽ അല്ലെങ്കിൽ ചീപ്പ് പോലെ ആകൃതിയിലുള്ള തടിച്ച ആൻറ്റിനയാണുള്ളത്. ചിത്രശലഭം പകൽ സജീവമാണ്. അതുപോലെ നിശാശലഭം രാത്രിയിലാണ് സജീവം. ചിറകുകൾ കൂടിച്ചേർന്നാണ് ചിത്രശലഭങ്ങൾ വിശ്രമിക്കാറ്. എന്നാൽ നിശാശലഭങ്ങൾ ചിറക് വിടർത്തി വിശ്രമിക്കുന്നു. സിൽക്ക് കൊക്കൂൺ കാണുന്നില്ല. ചിത്രശലഭത്തിൽ സിൽക്ക് കൊക്കൂൺ ഇല്ല. പക്ഷേ നിശാശലഭത്തിൽ പ്യൂപ്പകൾക്കായി സിൽക്ക് നൂലുകൊണ്ട് കൊക്കൂൺ നിർമ്മിക്കുന്നു. അതുകൊണ്ടാണ് സിൽക്ക് പട്ടുനൂൽപ്പുഴു നിശാശലഭമാണെന്ന് നമ്മൾ പറഞ്ഞത്. നല്ല നിറങ്ങളുള്ള ചിറകുകളാണ് ചിത്രശലഭത്തിൻ്റേത്. നിശാശലഭത്തിന് നിറം കുറഞ്ഞ ചിറകുകളാണ്. അതുപോലെ ചിത്രശലഭത്തിൻ്റെ ശരീരം മെലിഞ്ഞതും നിശാശലഭത്തിൻ്റെ ശരീരം തടിച്ചതും നിറയെ രോമങ്ങളുള്ളതുമാണ്. അപ്പോൾ ആ ഒരു പ്രത്യേകതകൾ പഠിച്ചു വയ്ക്കുക. അടുത്തതായിട്ട് ചെറുജീവികളുടെ കൂട്ടത്തിൽ വരുന്ന കുറച്ച് പ്രത്യേകതകളാണ് പറയുന്നത്. സമൂഹമായി കഴിയുന്ന ജീവികളാണ് ഉറുമ്പുകൾ. അപ്പോൾ ഉറുമ്പുകൾ ചെറുജീവികളുടെ കൂട്ടത്തിലാണ് വരുന്നത്. മുട്ടയിടുക, ഭക്ഷണം ശേഖരിക്കുക, ശത്രുക്കൾക്ക് സംരക്ഷണം നൽകുക എന്നീ ജോലികൾ ചെയ്യുന്ന വ്യത്യസ്ത വിഭാഗം ഉറുമ്പുകൾ ഒരു കൂട്ടത്തിൽ ഉണ്ടാകും. അപ്പോൾ ആ ഒരു കൂട്ടത്തിൽ
ഇങ്ങനെ പർട്ടിക്കുലറായിട്ട് ജോലികൾ മാറ്റിവെച്ചിരിക്കുന്നു. വ്യത്യസ്ത ഇനം ഉറുമ്പുകളുടെ പേര് കൊടുത്തിട്ടുണ്ട്. ചോണനുറുമ്പ്, കട്ടുറുമ്പ്, പുളിയുറുമ്പ്, നെയ്യുറുമ്പ്. നമ്മൾ വീട്ടിലൊക്കെ പറയുന്ന പേരുകൾ തന്നെയാണ്. പ്രത്യുൽപാദന ധർമ്മം നിർവഹിക്കുന്ന ആൺ പെൺ ഉറുമ്പുകൾ കൂട്ടിൽ നിന്നും ചിറക് മുളച്ച് പുറത്തു വരുന്നു. അപ്പോൾ അങ്ങനെ പ്രത്യുൽപാദന ധർമ്മത്തിനായിട്ട് മാത്രം കുറച്ച് ഉറുമ്പുകൾ മാറ്റി വെച്ചിട്ടുണ്ട്. അതുപോലെ മറ്റ് ജോലികൾ ചെയ്യാനും കുറച്ച് ഉറുമ്പുകളുണ്ട്. അപ്പോൾ തേനീച്ചയുടെയൊക്കെ കൂട്ടിൽ നമുക്കറിയില്ലേ, റാണി, അതുപോലെ വേലക്കാർ, അങ്ങനെ ഓരോരോ വിഭാഗങ്ങളായിട്ട് തിരിച്ചിരിക്കുന്നു. അപ്പോൾ ആ ഒരു സവിശേഷത ഉറുമ്പുകളുടെ കൂട്ടത്തിലും ഉണ്ട്. ചിറകു മുളച്ച ഉറുമ്പുകൾ മറ്റൊരു കൂട്ടിലെ ആൺ പെൺ ഉറുമ്പുകളുമായി ഇണചേരുകയും പുതിയ കൂടുകൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ അവർ വിസ്തൃതി വ്യാപിപ്പിക്കുന്നുണ്ട്. സമൂഹമായി ജീവിക്കുന്ന പ്രാണികൾക്ക് ഉദാഹരണങ്ങളാണ് ചിതൽ, തേനീച്ച, കടന്നൽ, വെട്ടുകിളി, ആഫിഡുകൾ. അപ്പോൾ ആഫിഡുകൾ എന്നൊരു പ്രാണി കൂടെ അവിടെ കൊടുത്തിട്ടുണ്ട്. ആഫിഡ്സ് ഒരു ചെറിയൊരു പ്രാണിയാണ്. നമ്മൾ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ കാണാൻ പറ്റും. വെട്ടുകിളി എന്താ, ഒരു നമ്മൾ ഈ തവിട്ട് തുള്ളനൊക്കെ ഇല്ലേ, പച്ചത്തുള്ളൻ്റെ തവിട്ട് കളറുള്ള ഒരു തരം വലിയൊരു പ്രാണിയാണ്. അത് കൃഷിക്കൊക്കെ വളരെ ദോഷകരമായ ഒരു ജീവിയാണ്. വെട്ടുകിളി ഇറങ്ങുക, അങ്ങനെ അതൊക്കെ കൂട്ടത്തോടെ വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ആ കൃഷി ഒന്നാകെ നശിപ്പിക്കാനുള്ള കഴിവുണ്ട്. അപ്പോൾ വെട്ടുകിളിയും ആഫിഡ്സും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ബാക്കിയൊക്കെ നമ്മൾ കൂട്ടമായി ജീവിക്കുന്നതായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ജീവികളാണ്. ഇനി പ്രാണികളുടെ ശരീരം. അപ്പോൾ ആർത്രോപോഡ അത് അല്ലെങ്കിൽ ഷഡ്പദങ്ങൾ, അവയ്ക്ക് ഒരു ശരിയായ ഒരു ശരീരക്രമമുണ്ട്. പ്രാണികളുടെ ശരീരത്തെ ശിരസ്, നെഞ്ച്, ഉടൽ എന്നീ ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. അപ്പോൾ ആ ഒരു 3 ഭാഗങ്ങളായിട്ട് ആർത്രോപോഡേനെ തിരിച്ചിട്ടുണ്ട്. ഒരു ജോഡി സ്പർശനികൾ അല്ലെങ്കിൽ ആൻറ്റിനകൾ തലയിൽ കാണുന്നു. അപ്പോൾ തലയിൽ ഒരു ജോഡി ആൻറ്റിനകൾ എന്തായാലും ഉണ്ടാവും. അവർക്ക് ദിശ അറിയാനോ അതുപോലെ ഇര തേടാനോ ഒക്കെ മണം അറിയാനൊക്കെ ആയിട്ട് സഹായിക്കുന്ന ആൻറ്റിനകൾ. സംയുക്ത നേത്രങ്ങളാണ് പ്രാണികൾക്കുള്ളത്. സംയുക്ത നേത്രങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് പഠിച്ചിട്ടില്ലേ, റെറ്റിനയിൽ ഒരുപാട് പ്രതിബിംബങ്ങൾ കാണാൻ പറ്റുന്ന ഒരു നേത്രങ്ങളാണ്. കുറേ അധികം പ്രതിബിംബങ്ങൾ ഇങ്ങനെ അവർക്ക് കാണാൻ പറ്റും. അങ്ങനെ കുറേ ചുറ്റുപാടിലേക്ക് അവർക്ക് നല്ല സെൻസ് ഉണ്ടാവും ആ കണ്ണിന്. അതാണ് സംയുക്ത നേത്രങ്ങൾ. ഭക്ഷണ രീതിക്ക് അനുസരിച്ചാണ് വദന ഭാഗങ്ങൾ ഉള്ളത്. അപ്പം വായുടെ ഭാഗങ്ങളെല്ലാം ഭക്ഷണ രീതിക്കനുസരിച്ച് ഓരോന്നിനും അങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. 3 ജോഡി കാലുകൾ കൂടിച്ചേർന്നവയാണ്. അപ്പോൾ സംയുക്ത നേത്രങ്ങളാണ്, ആൻറ്റിനകളുണ്ട്, 3 ജോഡി കാലുകളുണ്ട്, 2 ജോഡി ചിറകുകളാണ് മിക്ക പ്രാണികൾക്കും ഉള്ളത്. ചില പ്രാണികൾക്ക് 1 ജോഡി ചിറകുകൾ മാത്രമാണുള്ളത്. അതിന് എക്സാമ്പിളും കൊടുത്തിട്ടുണ്ട്. ഈച്ച, കൊതുക്, പഴയീച്ച. അപ്പോൾ 4 ചിറകുകൾക്ക് പകരം 2 ചിറകുള്ളവ. 2 ചിറകുള്ളവയാണ് ഈച്ച, കൊതുക്, പഴയീച്ച. ചിറകില്ലാത്ത പ്രാണികളും ഉണ്ട്. പേന്, മൂട്ട, ഇരട്ടവാലൻ ഇവയുടെ ജീവിതചക്രത്തിൽ രൂപാന്തരണം കാണപ്പെടുന്നു. അപ്പോൾ ചിറകില്ലാത്ത പ്രാണികൾക്ക് ഉദാഹരണങ്ങളാണ് പേന്, മൂട്ട, ഇരട്ടവാലൻ. അപ്പോൾ ആ ഒരു ജീവിയുടെ ജീവിതചക്രത്തിൽ രൂപാന്തരണം ഉണ്ട്. എന്താ, പ്യൂപ്പ, ലാർവ, അങ്ങനെയുള്ള രൂപാന്തരണം കാണപ്പെടുന്നുണ്ട്. ഇനി മത്സ്യങ്ങൾ. അപ്പോൾ പ്രാണികളുടെ ആ ഒരു പ്രത്യേകതകൾ കഴിഞ്ഞു. അടുത്തതായിട്ട് മത്സ്യങ്ങളെയാണ് പറയുന്നത്. മുട്ട വിരിഞ്ഞാണ് മത്സ്യക്കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നത്. മത്സ്യങ്ങൾ മുട്ടയിടുന്ന സമയം ആയതിനാലാണ് കേരള തീരങ്ങളിൽ ജൂൺ ജൂലൈ മാസങ്ങളിൽ ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തുന്നത്. ശരീരത്തിനുള്ളിൽ വെച്ച് മുട്ട വിരിയിക്കുന്ന മത്സ്യങ്ങളാണ് സ്രാവ്, കടൽക്കുതിര, ഗപ്പി. അപ്പോൾ അവയൊക്കെ പ്രസവിക്കുകയാണെന്നാണ് നമ്മൾ പറയുക. അപ്പോൾ സ്രാവ്, ഗപ്പി, കടൽക്കുതിര അവയൊക്കെ മുട്ട ശരീരത്തിനുള്ളിൽ തന്നെ വെച്ച് വിരിയിക്കുക, അതിനുശേഷം കുഞ്ഞുങ്ങളായിട്ട് തന്നെയാണ് പുറത്തേക്ക് വരുന്നത്. ജൂൺ മാസത്തിൽ കാലവർഷം എത്തുന്നതോടെ പ്രജനനം നടത്തുന്നതിനായി മത്സ്യങ്ങൾ കൂട്ടമായി കൈത്തോടുകൾ, വയലുകൾ, ചെറു തടാകങ്ങൾ, കായലുകൾ തുടങ്ങിയ ജലാശയങ്ങളിലേക്ക് നടത്തുന്ന യാത്രയാണ് ഊത്തകയറ്റം. നമ്മൾ പറയാറുണ്ട് അല്ലേ, ഊത്ത കയറി അതുകൊണ്ട് കുറേ മീൻ കിട്ടി, അങ്ങനെ പറയാറുണ്ട്. അപ്പോൾ ഊത്തകയറ്റം എന്ന് ആ ഒരു നിർവചനം ഓർത്ത് വയ്ക്കുക. ജൂൺ മാസത്തിലാണ് ഊത്തകയറ്റം എന്ന പ്രതിഭാസം കാണുന്നത്. മുട്ടയിടുന്നതിനായി മത്സ്യങ്ങൾ ദേശാടനം നടത്തുന്ന സമയത്ത് അവയെ പിടിക്കുന്നത് മത്സ്യസമ്പത്ത് കുറയാനിടയാക്കുന്നതിനാൽ ഈ സമയത്തെ മീൻപിടുത്തം നിയമവിരുദ്ധമാണ്. അപ്പം ട്രോളിംഗ് നിരോധനം കൂടാതെ
ആ സമയത്ത് ഇങ്ങനെയുള്ള പ്രത്യേകതകളും കൂടി നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പ്രധാനമായിട്ടും ഇങ്ങനെയുള്ള നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത്. സമുദ്രജല മത്സ്യങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് മത്തി, ചൂര, അയല. അപ്പോൾ സമുദ്രത്തിൽ കിട്ടുന്ന മത്സ്യങ്ങൾ. ലവണാംശം 1.05% താഴെയുള്ള നദികൾ, തടാകങ്ങൾ, ഉൾനാടൻ തണ്ണീർത്തടങ്ങൾ തുടങ്ങിയ ശുദ്ധജലാശയങ്ങളിൽ വസിക്കുന്ന മത്സ്യ ഇനങ്ങളാണ് ശുദ്ധജല മത്സ്യങ്ങൾ. അവയ്ക്ക് എക്സാമ്പിളാണ് മുഷി. അപ്പോൾ ശുദ്ധജല മത്സ്യങ്ങളുടെ ആ ഒരു ലവണാംശത്തിൻ്റെ ലവണാംശം 1.05% കുറഞ്ഞിരിക്കണം. അത് ഇമ്പോർട്ടൻ്റ് ആയ ഒരു പോയിൻ്റാണ്. ഇനി ഉഭയജീവികളുടെ പ്രത്യേകതകൾ. ജലത്തിലും കരയിലും ജീവിക്കുന്ന നട്ടലുള്ള ജീവികളാണ് ഉഭയജീവികൾ അഥവാ ആംഫിബിയൻസ്. ഉദാഹരണം തവള, ആമ, മുതല. അപ്പം ആ ഒരു ഉഭയജീവികളുടെ പ്രത്യേകത നട്ടലുണ്ട്, കരയിലും ജലത്തിലും ജീവിക്കുന്നു. ഉഭയജീവികളുടെ പൊതു സവിശേഷതകൾ. ജീവിതചക്രത്തിൻ്റെ ആദ്യഘട്ടം പൂർണ്ണമായും ജലത്തിലാണ്. അപ്പോൾ ആദ്യഘട്ടം പൂർണ്ണമായും ജലത്തിലാണ് ഉണ്ടാവുക. തവളയൊക്കെ നമ്മൾ ഓർത്ത് നോക്കുക. അപ്പോൾ വാൽമാക്രിയായി മാറുന്നത് വരെ ജലത്തിൽ തന്നെയാണ് അവരുടെ ആദ്യത്തെ ഘട്ടം. വളർച്ചയെത്തുമ്പോൾ കരയിലും വെള്ളത്തിലുമായി ജീവിക്കുന്നു. അപ്പം വളർച്ചയെത്തുമ്പോൾ രണ്ടിടത്തുമായിട്ട് ജീവിക്കാനുള്ള കഴിവുണ്ട്. നട്ടലുള്ളവയാണ്. ഇനി തവളയുടെ ജീവിതചക്രം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തവള മുട്ടയിടുന്നു, ഭ്രൂണമായി മാറുന്നു, വാൽമാക്രിയായി മാറുന്നു, 2 കാലുള്ള വാൽമാക്രിയാവുന്നു, 4 കാലുള്ള വാൽമാക്രിയാവുന്നു. അത് കഴിഞ്ഞത് പൂർണ്ണ വളർച്ചയെത്തിയ തവളയായി മാറുന്നു. നമുക്ക് അറിയുന്ന ഒരു പോയിൻ്റ് തന്നെയാണ്. വാൽമാക്രിക്ക് ആദ്യം 2 കാല്, അത് കഴിഞ്ഞ് 4 കാലുള്ള ഒരു ഘട്ടത്തിനും കൂടി ഉണ്ട്. ഇനി സിസിലിയനുകൾ. കാലുകളില്ലാത്ത ഉഭയജീവികളാണ് സിസിലിയനുകൾ. അപ്പോൾ ആ ഒരു പോയിൻ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. സിസിലിയനുകൾ കാലുകളില്ലാത്ത ഉഭയജീവികളാണ്. കേരളത്തിൽ കണ്ടുവരുന്ന ഉഭയജീവി വിഭാഗം. അപ്പോൾ കേരളത്തിൽ ഇവയെ കാണാറുണ്ട്. പ്രാദേശികമായി കുരുടികൾ എന്ന് അറിയപ്പെടുന്നു. കണ്ണുകൾ സുതാര്യമായ തൊക്കുകൊണ്ട് മൂടിയിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ആ കുരുടികൾ എന്നൊരു പേര് വന്നത്. സുതാര്യമായ തൊക്കുകൊണ്ട് മൂടിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പിക്ചറിൽ നമുക്ക് കാണാൻ പറ്റും. കണ്ണുകൾ ചെറിയതായിട്ടിങ്ങനെ മൂടി വച്ചിരിക്കുകയാണ്. കണ്ണുകൾക്കും നാസാദ്വാരത്തിനുമിടയിൽ കാണപ്പെടുന്ന ടെൻഡക്കിൾ രാസവസ്തുക്കളെ തിരിച്ചറിയാൻ സഹായിക്കുന്നു. അപ്പോൾ അവയ്ക്ക് രാസവസ്തുക്കളെ തിരിച്ചറിയാനുള്ള ഒരു ഭാഗമാണ് ടെൻഡക്കിൾ. അത് കണ്ണുകൾക്കും നാസാദ്വാരത്തിനുമിടയിൽ കാണുന്നുണ്ട്. ഈർപ്പമുള്ള ഇടങ്ങളിൽ മണ്ണിനടിയിൽ ജീവിക്കുന്നു. ശരീരത്തിൽ മണ്ണിരയുടെ പോലെ വളയങ്ങളുണ്ട്. മാംസബുക്കുകളാണ്. സിസിലിയനുകളെ പാമ്പുകളായി തെറ്റിദ്ധരിക്കാറുണ്ട്. അപ്പോൾ സിസിലിയനുകളുടെ ഈ പോയിൻറ്റ്സ് എല്ലാം ഒന്ന് പഠിച്ചു വെക്കാം. ഏതിൻ്റെ പ്രത്യേകതയാണ് ഈ താഴെ പറയുന്ന പോയിന്റുകളിലൂടെ ജീവിയെ കണ്ടെത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റണം. അടുത്തതായിട്ട് ഉരഗങ്ങൾ, റെപ്റ്റൈൽസ്. അപ്പോൾ ഉരഗങ്ങളുടെ ചില പ്രത്യേകതകൾ. 6000-ലധികം സ്പീഷീസുകളിൽപ്പെട്ട ഉരഗങ്ങൾ ഭൂമിയിലുണ്ട്. ഉദാഹരണങ്ങൾ പല്ലി, പാമ്പ്, ഓന്ത്. ഉരഗങ്ങളുടെ പൊതു സവിശേഷതകൾ. മുട്ടയിട്ട് സന്താനോൽപാദനം നടത്തുന്നു. കരയിലാണ് മുട്ടയിടുന്നത്. ഇവ ശീതരക്തജീവികളാണ്. ശ്വാസകോശം ഉപയോഗിച്ച് ശ്വസിക്കുന്നു. ചർമ്മം കട്ടിയുള്ളതാണ്. പുറംതൊലി ശൽക്കങ്ങളായി മാറിയിരിക്കുന്നു. നട്ടെല്ലുള്ളവയാണ്. അപ്പം ഈ പോയിൻറ്റ്സ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ആ ശീതരക്തജീവികളായത് അത് ഓർത്ത് വയ്ക്കുക. ശീതരക്തജീവികളാണ് ഇത് ഉരഗങ്ങൾ. അടുത്തതായിട്ട് പാമ്പുകൾ. കൂടുതൽ പാമ്പുകളും വിഷമില്ലാത്തവയാണ്. എക്സാമ്പിൾ ചേര, നീർക്കോലി, മലമ്പാമ്പ്, മണ്ണൂലി. കേരളത്തിൽ സാധാരണയായി കാണപ്പെടുന്ന വിഷപ്പാമ്പുകൾ 5 എണ്ണമുണ്ട്. അപ്പോൾ ഈ 5 പാമ്പുകളുടെയും സവിശേഷതകളും താഴെ കൊടുത്തിട്ടുണ്ട്. പാമ്പുകൾ ഏതിൻ്റെ കൂടെ വരുന്നതാണ്? ഉരഗങ്ങളാണ് അല്ലേ? പാമ്പുകൾ ഉരഗങ്ങളുടെ കൂട്ടത്തിൽ വരുന്നതാണ്. അപ്പോൾ ആ 5 പാമ്പുകളുടെയും ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ. മൂർഖൻ. വികസിപ്പിക്കാവുന്ന പത്തിയുണ്ട്. പത്തിയുടെ പിൻഭാഗത്ത് പരസ്പര ബന്ധിതമായ 2 വളയങ്ങൾ കാണപ്പെടുന്നു. കഴുത്തിന് താഴെ കുറുകെയായി വീതിയുള്ള 2 വളയങ്ങളുമുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു പിക്ചർ കാണുമ്പോൾ തന്നെ എല്ലാം മനസ്സിലാവുന്ന രീതിയിലാണ് ആ ഒരു പോയിൻറ്റ്സ് കൊടുത്തേക്കുന്നത്. രാജവെമ്പാല. പത്തിയിൽ തെളിഞ്ഞു കാണുന്ന റേസ്ഡ് ടുവിൻ്റെ ഒരു അടയാളം. പിന്നെ 5 മീറ്റർ വരെ നീളമുണ്ട്. ശരീരത്തിൻ്റെ മുൻഭാഗത്ത് വളയങ്ങളാണ്. വാലിന് നല്ല കറുപ്പ്. അപ്പം മൂർഖൻ്റെതായിട്ട് ചെറിയ സാമ്യങ്ങളുണ്ട് തലയുടെ ഭാഗമൊക്കെ. പക്ഷേ ആ ഒരു മാർക്കിങ്, റേസ്ഡ് ടുവിൻ്റെ മാർക്കിങ് ഉണ്ട് തലഭാഗത്ത്. അടുത്തതായിട്ട് അണലി.
അണലിക്ക് ചേനത്തണ്ടെന്നൊരു പേരുണ്ട്. ത്രികോണാകൃതിയിലുള്ള വലിയ തലയാണ്. ശരീരത്തിൽ ചങ്ങല പോലെയുള്ള പുള്ളികൾ. ഇനി ശംഖുവരയൻ, വെള്ളിക്കട്ടൻ. ശരീരത്തിന് കുറുകെ തെളിഞ്ഞ വെള്ള വരകൾ, കറുത്തിരണ്ട നിറമാണ്. അടുത്തതായിട്ട് കടൽപ്പാമ്പ്, വലകടിയൻ. അപ്പോൾ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്ന പ്രാദേശികമായ പേരുകളും കൂടി നമ്മൾ പഠിച്ചു വെക്കണം. വാല് പരന്നതും തുഴയുടെ ആകൃതിയിലുള്ളതുമാണ്. പുറത്ത് വൃത്താകൃതിയിലുള്ള ഇരുണ്ട വളയങ്ങൾ. അപ്പോൾ കടൽപ്പാമ്പിൻ്റെ പ്രത്യേകതകളും പഠിച്ചു വെക്കുക. ആ വാലിൻ്റെ ആകൃതി കണ്ടോ? അപ്പോൾ നീന്തി പോകാൻ വേണ്ടിയിട്ടുള്ള സഹായകമാണ് തുഴയുടെ ആകൃതി. ഇനി പാമ്പ് കടിയേറ്റാൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പറയുന്നത്. കടിയേറ്റ ഭാഗത്ത് മുറിവുണ്ടാക്കുകയോ വിഷം വലിച്ചെടുക്കാൻ ശ്രമിക്കുകയോ ചെയ്യരുത്. കടിയേറ്റ ആളെ പരിഭ്രമിപ്പിക്കരുത്. സമാധാനിപ്പിച്ച് ശാന്തത പാലിക്കാൻ സഹായിക്കണം. അപ്പോൾ പ്രഷർ കൂടുമ്പോൾ ഈ വിഷം എല്ലായിടത്തേക്കും വ്യാപിക്കാൻ സാധ്യതയുണ്ട്. അതാണ് പറയുന്നത് പരിഭ്രമിപ്പിക്കരുത്. മുറിവേറ്റ ഭാഗം വൃത്തിയാക്കണം. മുറിവിന് തൊട്ടു മുകളിലായി മുറുകെ കെട്ടണം. ഉടനെ ആശുപത്രിയിൽ എത്തിക്കുക. അപ്പോൾ ആശുപത്രിയിൽ എത്തിക്കുകയാണ് കൂടുതലായും ചെയ്യേണ്ടത്. സ്വയം ചികിത്സ പാടില്ല. അടുത്തതായിട്ട് പക്ഷികളുടെ സവിശേഷതകൾ. തൂവലുകളും ചിറകുകളുമുണ്ട്. മുട്ടയിടുന്നു. അസ്ഥികളിൽ വായു അറകൾ കാണപ്പെടുന്നു. അപ്പോൾ ആ വായു അറകളുടെ പ്രത്യേകത കൊണ്ടാണ് അവയ്ക്ക് പറക്കാൻ സഹായിക്കുന്നത്. അസ്ഥികളിൽ വായു അറകൾ ഉള്ളതിനാൽ ന്യൂമാറ്റിക് അസ്ഥികൾ, ന്യൂമാറ്റിക് ബോൺസ് എന്ന് അറിയപ്പെടുന്നു. അപ്പോൾ ആ ഒരു പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ന്യൂമാറ്റിക് അസ്ഥികൾ കാണപ്പെടുന്നത് ഏത് ജീവിയിലാണെന്ന് ചോദിച്ചാൽ നമുക്ക് പക്ഷികൾ എന്ന് പറയാൻ പറ്റണം. കാലുകളിൽ ശൽക്കങ്ങളുണ്ട്. പറക്കാൻ കഴിയും. ഉഷ്ണരക്തമുള്ള ജീവികളാണ്. ഭക്ഷണ രീതിക്ക് അനുസരിച്ചുള്ള കൊക്കുകളുണ്ട്. കൂടുണ്ടാക്കുന്നു. അപ്പോൾ നമ്മൾ സാധാരണയുള്ള പോയിൻറ്റ്സ് തന്നെയാണ്. പിന്നെ ഉഷ്ണരക്ത ജീവികളാണ്, അതൊന്ന് ഓർത്ത് വയ്ക്കുക. മേലെ നമ്മൾ ശീതരക്ത ജീവികളാണെന്ന് പറഞ്ഞിരുന്നു. അതുപോലെ ഇത് ഉഷ്ണരക്ത ജീവികളാണ്. അടുത്തതായിട്ട് സസ്തനികൾ, മാമൽസ്. കുഞ്ഞുങ്ങളെ പ്രസവിച്ച് പാലൂട്ടി വളർത്തുന്ന ജീവികളാണ് സസ്തനികൾ. സസ്തനികൾക്ക് ഉദാഹരണങ്ങൾ തിമിംഗലം, ഡോൾഫിൻ, വവ്വാൽ, മൃഗങ്ങൾ, മനുഷ്യൻ. അപ്പോൾ മനുഷ്യനൊരു മാമലാണ്. മുട്ടയിടുന്ന സസ്തനികൾക്ക് ഉദാഹരണം പ്ലാറ്റിപ്പസ്, എക്കിഡ്ന. രണ്ടും ഓസ്ട്രേലിയയിലാണ് കാണപ്പെടുന്നത്. പ്രസവിക്കുന്ന പാമ്പ്, അണലി. അപ്പോൾ ആ ഒരു പ്രസവിക്കുന്ന പാമ്പ് അത് വേണമെങ്കിൽ വൺ വേർഡായിട്ട് ചോദിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. അതുപോലെ മുട്ടയിടുന്ന സസ്തനികൾ, അത് പണ്ട് മുതലേ PSC ചോദിച്ചിട്ടുണ്ട്. സസ്തനികളുടെ പൊതുവായ സവിശേഷതകളാണ് ഇനി പറയുന്നത്. ചെവിക്കൂടയുണ്ട്. സസ്തന ഗ്രന്ഥി, അതായത് മാമറി ഗ്ലാൻസ് ഉണ്ട്. വിയർപ്പ് ഗ്രന്ഥികളുണ്ട്. 4 അറകളുള്ള ഹൃദയം. അപ്പോൾ 4 അറകളുടെ ഹൃദയം മനുഷ്യൻ്റെ അല്ല, സസ്തനികളുടെ ഒരു പ്രത്യേകതകളാണ്. മൃഗങ്ങളെ വളർത്തുന്നതിൻ്റെ ആവശ്യകതകൾ. മാംസത്തിന്, പാലിന്, കൃഷിക്ക്, ഗതാഗതം. അപ്പം മൃഗങ്ങളെ വളർത്തുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട് അല്ലേ. നമുക്ക് ഭക്ഷണ ആവശ്യങ്ങൾക്കും അതുപോലെ കൃഷിക്ക് സഹായകരമാണ്. പിന്നെ ഗതാഗതം, പണ്ട് കാളവണ്ടിയൊക്കെ ഉപയോഗിച്ചിരുന്നു. പിന്നെ കുതിര, ഒട്ടകം, അതൊക്കെ ഇപ്പോഴും ഉപയോഗിച്ച് വരുന്നു. അടുത്തതായിട്ട് മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന രോഗങ്ങളെ പറ്റിയാണ് പറയുന്നത്. പേവിഷബാധ, ആന്ത്രാക്സ്, കുരങ്ങുപനി, പന്നിപ്പനി. അപ്പം ആ ഒരു രോഗങ്ങളുടെ പട്ടിക ഓർത്ത് വെക്കുക. പേവിഷബാധ, ആന്ത്രാക്സ്, കുരങ്ങുപനി, പന്നിപ്പനി. ഇനി വംശനാശ ഭീഷണി. ഒരു പ്രത്യേക മൃഗത്തിൻ്റെയോ സസ്യജാലത്തിൻ്റെയോ വംശനാശം സംഭവിക്കുന്നത് ആ ഇനത്തിൽപ്പെട്ടവ ലോകത്ത് ഒരിടത്തും ജീവനോടെ ഇല്ലാതിരിക്കുമ്പോഴാണ്. അപ്പോൾ വംശനാശം എന്നതിന് എന്താണ് എന്ന് അവിടെ പറഞ്ഞു. ജീവികളുടെ വംശനാശത്തിൻ്റെ പ്രധാന കാരണങ്ങൾ അതിശൈത്യം, വരൾച്ച, ഉൽക്കാപതനം, രോഗവ്യാപനം, അഗ്നിപർവ്വത സ്ഫോടനം, മനുഷ്യരുടെ ഇടപെടൽ മൂലം ആവാസ വ്യവസ്ഥയുടെ നാശം. ഇപ്പോൾ അവർക്ക് ജീവിക്കാൻ ആവശ്യമായതെല്ലാം നശിക്കുക, അതിലൂടെയാണ് അവർക്ക് വംശത്തിന് തന്നെ നാശം സംഭവിക്കുന്നത്. അപ്പോൾ പ്രകൃതി ദുരന്തങ്ങളും അതുപോലെ മനുഷ്യൻ്റെ ഇടപെടലുകളും ഒക്കെ ഇതിന് കാരണമായി മാറുന്നു. വംശനാശ ഭീഷണി നേരിടുന്ന കേരളത്തിലെ ജീവികൾ: കടുവ, ചിലന്തി, മണവാട്ടി തവള, ഈനാമ്പേച്ചി. അപ്പോൾ ഈ ഒരു പോയിൻ്റ് ഓർത്ത് വെക്കാം. കടുവ, ചിലന്തിയും മണവാട്ടി തവളയും ഈനാമ്പേച്ചിയും. വംശനാശ ഭീഷണി നേരിടുന്ന കടലാമകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി വനംവകുപ്പിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന കടലാമ സംരക്ഷണ തീരമാണ് മുതിയം കടൽത്തീരം, വള്ളിക്കുന്ന്, മലപ്പുറം. അപ്പോൾ ആ ഒരു പോയിൻ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. മുതിയം കടൽത്തീരം എവിടെയാണ്? വള്ളിക്കുന്ന്, മലപ്പുറം. മത്സ്യങ്ങൾ, ഉഭയജീവികൾ, ഉരഗങ്ങൾ, പക്ഷികൾ, സസ്തനികൾ എന്നീ വിഭാഗങ്ങളിലെ ജീവികൾക്കെല്ലാം നട്ടെല്ലുണ്ട്. അപ്പോൾ നട്ടെല്ലുള്ള ജീവികൾ സസ്തനികൾ മാത്രമല്ല, മത്സ്യങ്ങൾ, ഉഭയജീവികൾ, ഉരഗങ്ങൾ, പക്ഷികൾ, അവയ്ക്കെല്ലാം നട്ടെല്ലുണ്ട്. വെള്ളിമൂങ്ങ, ഇരുതലമൂരി, നക്ഷത്രയാമ, സർപ്പം തുടങ്ങിയ ജീവികളെ അന്ധവിശ്വാസങ്ങളുടെ ഭാഗമായി ഉപയോഗിക്കുന്നു.
സാമ്പത്തിക ചൂഷണം, ജീവികളുടെ വംശനാശം തുടങ്ങിയവ അന്ധവിശ്വാസങ്ങൾ കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. അപ്പോൾ ഈ ഒരു പോയിന്റും കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാവുന്ന കാര്യമാണല്ലേ, വെള്ളിമൂങ്ങ, ഇരുതലമൂരി, നക്ഷത്രയാമ, സർപ്പം ഇവയൊക്കെ പിടിച്ചുകൊണ്ട് വരികയും അതിനെ വലിയ വിലയ്ക്ക് വിൽക്കുക, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ സമൂഹത്തിലൊക്കെ നടന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പോയിന്റും കൂടി അവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ചാപ്റ്റർ ഇവിടെ കഴിഞ്ഞു. ജീവികളുടെ പ്രത്യേകതകൾ, തരംതിരിവുകൾ, അവയുടെ എക്സാമ്പിൾസ് അതൊക്കെയാണ് ഈ ചാപ്റ്ററിലുള്ളത്. അപ്പോൾ ശ്രദ്ധിച്ച് തന്നെ പഠിക്കുക. ഈ പാമ്പുകളുടെ വിഭാഗമൊന്നും പഴയ SCERT-യിലൊന്നും ഇല്ലാത്ത പോയിൻറ്റ്സാണ്. അതുപോലെ മുതിയം, കടൽത്തീരം, വള്ളിക്കുന്ന് അതൊക്കെ നമ്മൾ പഠിച്ചു വെക്കുക. പഴയ SCERT-യിൽ ഇല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ക്ലാസ് അവസാനിപ്പിക്കാം. താങ്ക് യു.